സമാധാനമില്ലയോ? അങ്ങനെ മാനസികമായി, ശാരീരികമായി, സാമ്പത്തികമാകുന്ന കടഭാരങ്ങൾ കടുങ്കെട്ടുപോലെ മുറുകി ആരും എന്തിനിങ്ങനെ ജീവിച്ചു പോയതുകൊണ്ട്, മരിക്കുവാൻ ഭയമായതുകൊണ്ട് ഇങ്ങനെ ജീവിച്ചു പോകുകയാണ് എന്ന് തുടങ്ങിയ നിലവാരങ്ങളിലൂടെ, വല്ലായ്മയുടെ കാലഘട്ടങ്ങളിലൂടെ ജീവിച്ചു പോകുന്ന വ്യക്തിയാണ്. സ്നേഹിത, ആത്മഹത്യ ഒരിക്കലും പരിഹാരമല്ല. മദ്യപാനം താങ്കൾക്ക് ഒരിക്കലും സമാധാനം നൽകുകയില്ല. ഞങ്ങൾ വിശ്വസിക്കുന്ന, എന്നെ മാറ്റിമറിച്ച ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെക്കുറിച്ച് പറഞ്ഞു നിർത്തിട്ട്, ആരാണ് ആ ദൈവം? ലോകത്തിൽ ഒരുപാട് ദൈവങ്ങളെ ലോകം പരിചയപ്പെടുത്തുന്നുണ്ട്. മതങ്ങളുടെ ദൈവങ്ങൾ, ജാതിയുടെ ദൈവങ്ങൾ, സംഘടനയുടെ ദൈവങ്ങൾ, ഗോത്രങ്ങളുടെ ദൈവങ്ങൾ, രാഷ്ട്രങ്ങളുടെ ദൈവങ്ങൾ, എന്തിനേറെ പറയുന്നു, മനുഷ്യ ദൈവങ്ങൾ പോലും ഉടലെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇന്ത്യക്ക് 2025 വർഷങ്ങൾക്ക് മുമ്പ് മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരകനായി ലോകത്തിന്റെ മധ്യഭാഗമാകുന്ന പാലസ്തീന്റെ മണ്ണിൽ ഒരു മനുഷ്യനായി ജനിച്ചു, ഒരു മനുഷ്യനായി ജീവിച്ചു, ഒരു മനുഷ്യനായി മരിച്ചു. ഒരു ദൈവമായി ഉയർത്ത ഒരു ദേവനുണ്ട്, ഒരു ദൈവമുണ്ട്. അവന്റെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുന്നത്. യേശു ക്രിസ്തു എന്ന് പറയുന്നത് മലയാള മണ്ണിൽ പുറത്തിരിക്കുന്ന എല്ലാവർക്കും അറിയാം. ഒരു പക്ഷേ യേശു ക്രിസ്തു ഒരു മതത്തിന്റെ ദൈവമല്ല, പ്രത്യേക പള്ളിയുടെ ദൈവമല്ല, പ്രത്യേക വിഭാഗത്തിന്റെ ദൈവമല്ല. യേശു ക്രിസ്തു സകല മനുഷ്യരുടെയും, ഏത് ജാതിയിൽപ്പെട്ടവനാണെങ്കിലും, ഏത് മതത്തിൽപ്പെട്ടവനാണെങ്കിലും, സകല മനുഷ്യരുടെയും വിഭാഗത്തിന്റെ പരിഹാരമാണ് ഇഹലോകത്തിലേക്ക് ഇറങ്ങി വന്ന കർത്താവായ യേശു ക്രിസ്തു. ഏതെങ്കിലും വിഷയങ്ങളിൽ താങ്കൾ തകർന്നിരിക്കുന്ന വ്യക്തിയാണോ? ചേട്ടാ, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. ചേച്ചി, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ തകർച്ചകളെയും മാറ്റുവാൻ യേശു മതിയായ ദൈവമാണ്. തങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും ഈ കർത്താവ് മതിയായവനാണ്. ഞങ്ങൾ ഈ നമ്പിയാരുകുന്ന ദേശത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് ഇവിടെ നിന്ന് ഞങ്ങൾ പോകുവാൻ തുടങ്ങുമ്പോൾ ഒരു വാർത്തയും കൂടെ പറയട്ടെ. 2025 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യന്റെ പാപത്തിന് വേണ്ടി ഉദയം ചെയ്ത ക്രിസ്തുദേവൻ വീണ്ടും വരുവാൻ പോകുകയാണ്. ഇനിയും ലോകത്തെ ന്യായം വിധിക്കുവാൻ വീണ്ടും വരുവാൻ പോകുകയാണ്. തന്റെ ദൈവത്തെ എതിരേൽക്കാൻ ഒരുങ്ങിക്കൊള്ളുക എന്ന് ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഞങ്ങൾ ഈ പൊതുസ്ഥലത്ത് വിളിക്കുകയാണ്. എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. എന്റെ മദ്യപാനത്തിൽ നിന്നും എനിക്കൊരു വിടുതല വേണമെന്നും എന്റെ കുടുംബത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ മുമ്പിലേക്ക് കയറുമെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തയ്യാറാണ്. നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തയ്യാറാണ്. നിങ്ങളുടെ വിഷയങ്ങൾക്ക് യേശു മറുപടി തരുവാൻ ശക്തനായ ദൈവമാണ്. നിങ്ങൾ കടഭാരങ്ങളായി ഭാരപ്പെടുന്ന വ്യക്തിയാണോ? മാനസികമായി, ശാരീരികമായി, സാമ്പത്തികമായി തകർന്നിരിക്കുന്ന വ്യക്തിയോ? ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. വിശ്വസിക്കുകയും
അനുതാപത്തോടെ പറഞ്ഞുകൊണ്ട് ഈ രക്ഷ പ്രാപിക്കുവാൻ ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. ഇവിടെ തൊട്ടടുത്തുള്ള പെന്തക്കോസ്റ്റ് ദൈവസഭയുടെ പാസ്റ്ററായിരിക്കുന്ന സ്റ്റീഫൻ അവരുകൾ മുമ്പോട്ട് കിടന്നു വന്ന് ഇപ്പോൾ പ്രാർത്ഥിച്ചു യോഗത്തിന്റെ അവസാനം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നമ്പ്യാരുന്ന ദേശത്തെ ഞങ്ങൾ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ ബിസിനസ് ചെയ്യുന്നവരുണ്ട്, ഓട്ടോ ഓടിക്കുന്നവരുണ്ട്, പല കാര്യങ്ങൾക്ക് വേണ്ടി വന്നു പോകുന്നവരുണ്ട്. എല്ലാവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവേ, അവരുടെ വിഷയങ്ങൾ എന്തായാലും അതിന്മേൽ ദൈവത്തിന്റെ പ്രവൃത്തി ദൈവം കാണിക്കുന്നതിനായി സ്തോത്രം. കർത്താവേ, അവരുടെ സാമ്പത്തിക നന്മകളെ ദൈവം നൽകണമേ. അവരെ ആത്മീകമായി ദൈവം നമ്മെ നിർത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഒരു ദൈവത്തിന്റെ പ്രവൃത്തിക്കായി ഈ ദേശത്തെ ദൈവം ഉയർത്തുന്നതിനായി സ്തോത്രം. അവർ ഭാരപ്പെടുന്ന എല്ലാ വിഷയങ്ങളുടെ മധ്യം ദൈവ അത്ഭുതങ്ങളെ ചെയ്യണമേ. ഈ ദേശത്തെ ദൈവം എല്ലാ നിലകളിലും അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. കർത്താവ്, പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.